ഹലോ, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. ഇന്ന് നമുക്ക് കാർത്തിക മാസത്തിൻ്റെ നോമ്പാണ്. അതായത് കാർത്തിക മാസത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു മൺഡേ വന്നിട്ട് നോമ്പിരുന്നിട്ട് ശിവൻ കോവിലിൽ പോയിട്ട് വിളക്കൊക്കെ കൊളുത്തി വെക്കണം. മോർണിംഗ് തൊട്ട് നമ്മൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് ഈവനിങ് പ്രസാദത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പ്രസാദമൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ്. പിന്നെ പ്രസാദമൊക്കെ ചെയ്ത് തീർന്നപ്പോഴെല്ലാവരും മരുതോണി, അമ്മയൊക്കെ മരുതോണിയൊക്കെ നോമ്പിന് മുമ്പ് തന്നെ വെക്കും. അപ്പം ഞാൻ വെക്കാത്തത് കൊണ്ട് പിന്നെ എനിക്ക് വെച്ച് തന്നതാണ് കയ്യിൽ. അങ്ങനെ ഈവനിങ് ആയപ്പോഴും നമുക്ക് പൂജ റൂമൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്ത് വെച്ച പ്രസാദം, അതുപോലെ തന്നെ പൂവും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് വെളിയിൽ തുളസി ചെടിയുണ്ട്, അവിടെയും നമ്മൾ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടാണ് കോവിലിലേക്ക് പോകാനുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടി വീണ്ടും കുളിച്ച് റെഡിയായിട്ടാണ് കോവിലിൽ പോകാനുള്ളത്. കോവിലിൽ പോയിട്ട് ഇങ്ങനെ വാഴത്തടയിൽ നമുക്ക് വന്നിട്ട് 308 എന്തോ ദീപം അങ്ങനെ എല്ലാവരും കൂടി വെക്കണം. എല്ലാവരും കൂടി ദീപമൊക്കെ കൊളുത്തിയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ സാരിയാണ് ഉടുക്കേണ്ടത്. നമ്മൾ കല്യാണത്തിനുള്ള സാരിയാണ് ഉടുക്കാനുള്ളത്. ഞാൻ ചുമ്മാ സാരി എടുത്ത് അങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് ഡ്രസ്സിൻ്റെ മുകളിൽ. ഇതാണ് നമ്മൾ റെഡിയാക്കിയ പ്രസാദം എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റഫിങ് അകത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. നമുക്ക് ഈ പ്രസാദമൊക്കെ വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റോറിയുണ്ട്. അത് ബുക്ക് നോക്കി നമുക്ക് ഒരു മന്ത്രം പോലെ വായിക്കണം. അപ്പം തെലുങ്കിലാണ്. അപ്പം ചേച്ചി വായിക്കും, നമ്മളൊക്കെ കേട്ടോണ്ടിരിക്കും. സ്കിപ്പ് ചെയ്ത് വായിക്കുക എന്നാലേ നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റുമെന്ന് പറയും. ഫൈനലി നോമ്പൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ. താങ്ക് യു.